ഇന്നലെ വലിയൊരു ഏറ്റുമുട്ടലുള്ള ഒരു ദിവസം തന്നെയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഒരിക്കലും ഈ ശാരീരികമായിട്ടുള്ള അറ്റാക്കോ കാര്യങ്ങളൊന്നും അല്ല. അതായത് ഈ ബിഗ് ബോസ് ഓഫ് സീസൺ 7 ഏറ്റവും അധികം കൂടുതൽ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയായിരുന്നു അനീഷ്, അനുമോൾ. ഇവർക്കുണ്ടായിരുന്ന ഫാൻ ബേസും അത്ര അധികം തന്നെയായിരുന്നു. അതായത് രണ്ടുപേർക്കും അതിന്റെ ഒരു ഹെയ്റ്റും കാര്യങ്ങളും അതേപോലെ തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിലും നല്ല രീതിയിലൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു, നല്ല രീതിയിലൊരു സപ്പോർട്ട് കിട്ടിയിരുന്ന രണ്ടാൾക്കാർ തന്നെയായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എന്തായാലും ഒരു ഇനോഗ്രേഷൻ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതേസമയം തന്നെ ആദില നൂറ കപ്പിൾസിനും ഒരു ഇനോഗ്രേഷൻ എന്തായാലും ഉണ്ടായിരുന്നു. അവരും അവരെ രീതിയിൽ നല്ല രീതിയിൽ അതെന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ല രീതിയിൽ ആ ഒരു വീഡിയോസും കയറുന്നുണ്ട്. അതായത് ആൾക്കാർക്കിടയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ കമന്റ്സും അതിന് വന്നിരിക്കുന്ന ലൈക്സും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അതായത് ഈ അനീഷ് അനുമോൾ ഒരുമിച്ച് വരുന്ന സമയത്ത് അവിടെ കംപ്ലീറ്റ് റീച്ചും പോകുമോ, അല്ലെങ്കിൽ ഈ ആദില നൂറ കപ്പിൾസിന്റെ ആ ഒരു ഇനോഗ്രേഷൻസിനൊന്നും വേണ്ട രീതിയിൽ റീച്ച് കിട്ടില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇവർ തന്നെ കൊണ്ടുപോകുമോ എന്നുള്ള രീതിയിലൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ വലിയൊരു ക്വസ്റ്റ്യൻ തന്നെ ഉറപ്പായിട്ടും ഉണ്ടാവുന്നു. കാര്യം അനീഷ് അനുമോൾ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവുന്ന റീച്ച് അതുപോലെ തന്നെ വലുതാവുന്നു. പക്ഷേ ബിഗ് ബോസ് ഹൗസ് സീസൺ 7 നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും പലപ്പോഴും അതായത് തുടക്ക സമയങ്ങളിൽ നോക്കുകയാണെങ്കിൽ ആദില നൂറ കപ്പിൾസ് വേണ്ട രീതിയിൽ അധികം കണ്ടന്റ് കൊടുത്തിരുന്ന അല്ലെങ്കിൽ വളരെയധികം ആക്റ്റീവ് ആയിരുന്ന രണ്ടാൾക്കാരെന്ന് പറഞ്ഞില്ല. പക്ഷെ എങ്കിലും അവര് പിന്നെയും മുന്നോട്ട് പോകുന്ന സമയം പല ആൾക്കാരും ഇപ്പൊ എന്റെ വീഡിയോസിൽ തന്നെ കമന്റ് ചെയ്തിരുന്നതാണ് ഇവരൊക്കെ എന്താണ് എവിക്റ്റ് ആവാത്തത് എന്നുള്ള ഇതിലൊക്കെ ചോദിച്ചത്. അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഞാൻ എന്റെ വീഡിയോയിലും പറഞ്ഞിരുന്നതാണ്. അതായത് ഈ ആദില നൂറ കപ്പിൾസിന് പുറത്തുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചില്ലറൊന്നുമില്ല. അത്രയധികം നല്ല ഇതിലൊരു ഫാൻ ബേസ്, നല്ല ഇതിലൊരു സപ്പോർട്ട് ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ രണ്ടാൾക്കാർ. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ ശേഷം നല്ല രീതിയിൽ അത് കൺവേർട്ട് ചെയ്യാനും പിന്നെ നമുക്കറിയാം ഉറപ്പായിട്ടും ബിഗ് ബോസ് ഹൗസ് ഷോയിൽ നമുക്ക് തുടക്കത്തിൽ ഒരു 1-2 ആഴ്ച കുറച്ച് അങ്ങോട്ട് ഡൗൺ ആണെന്നെങ്കിലും പോകെ നല്ല രീതിയിൽ ആക്റ്റീവായി അവസാന സമയങ്ങളിൽ നല്ല രീതിയിൽ തന്നെ കത്തുനിന്ന രണ്ടാൾക്കാരെ തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും അനീഷ് അനുമോൾ എന്ന് പറയുന്ന രണ്ട് ശക്തികൾക്കൊപ്പം തന്നെ നിന്ന് അതിനൊപ്പം തന്നെ സമയമായ രീതിയിലൊരു റീച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ ഇവരുടെ ആ ഒരു വീഡിയോസിനും എന്തെല്ലാം സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അനീഷ് അനുമോൾ എന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ് ഈ ആദില നൂറ കപ്പിൾസും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇവന്റ്സും കുറവൊന്നുമല്ല. നല്ല രീതിയിൽ തന്നെ പരിപാടികൾ എന്തായാലും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇനോഗ്രേഷൻസിലും മറ്റുമൊക്കെ ആയിട്ട് തിളങ്ങി എന്നാലും ആദില നൂറ കപ്പിൾസ് എന്നാലും നിൽക്കുന്നുണ്ട്.